ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? അഗ്നി മിസൈലാണ്. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈൽ 2025 സെപ്റ്റംബർ 25-ന് DRDO വിക്ഷേപിച്ചതാണ്. അപ്പോൾ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ വിജയകരമായി പരീക്ഷിച്ചത് അഗ്നിയാണ്. UN പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്? 80ാമത് സമ്മേളനമാണ്. UN പൊതുസഭയുടെ 80ാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 862 അടി ഉയരത്തിൽ കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ്. 1 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ് പുരസ്കാരമായി ലഭിച്ചത്. തമിഴ്നാട് സർക്കാരിന് 2025 MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസിനാണ്. 1 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ് സമ്മാനം. അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് ആരാണ്? അരുന്ധതി റോയ്. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ നേടിയത് ആരെല്ലാമാണ്? നടി ഷീലയും അതുപോലെ ഗായിക PK മേദിനിയുമാണ്. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ നേടിയത് നടി ഷീല, ഗായിക PK മേദിനി. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? വിവേക് ഗുപ്ത. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്ത. ലോക വിനോദസഞ്ചാര ദിനം എന്നാണ്? സെപ്റ്റംബർ 27-നാണ് ലോക വിനോദസഞ്ചാര ദിനം. അടുത്തിടെ പെരിയാർ EV രാമസ്വാമി നായ്ക്കറുടെ സ്മാരക ശിലാസ്ഥാപനം നടത്തിയത് എവിടെയാണ്? ആലപ്പുഴയിലെ അരുക്കുറ്റിയിലാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കറുടെ സ്മാരക ശിലാസ്ഥാപനം നടത്തിയത്. ഇറ്റലിയിലെ പ്രധാനമന്ത്രി ലിയോജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 20 ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 5 വിക്കറ്റിനാണ്. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 20 ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ 5 വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി രണ്ടാമത് നിയമിക്കപ്പെട്ടത് ആരാണ്? R വെങ്കട്ടരമണിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി രണ്ടാമതും നിയമിക്കപ്പെട്ടത് R വെങ്കട്ടരമണിയാണ്. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടുപിടിച്ചത്? ശ്രീവിജയപുരത്താണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടുപിടിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്. 2025 നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസം എന്താണ്? സാഗർ കവച് ആണ്. 2025 നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവച്. കേരളത്തിൽ നിന്ന് കുരുമുളക് തൈകൾ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉഗാണ്ടയാണ്. തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ ഏതാണ്? INS ഇക്ഷക് ആണ്. തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പലാണ് INS ഇക്ഷക് എന്ന് പറയുന്നത്. 2025 ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഡയബറ്റീസ് അക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നതാണ്. 2025 നവംബർ ഭാഷാ അവബോധന പരീക്ഷണശാല, അതായത് ലാംഗ്വേജ് ആൻഡ് കൊഹിഷൻ ലാബ് ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് മദ്രാസ് IIT. ഭാഷാ അവബോധ പരീക്ഷണശാല ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് മദ്രാസ് IIT. മൂല്യത്തെക്കാൾ ചെലവ് കൂടുന്നു എന്ന കാരണത്താൽ US ഗവൺമെന്റ് ഉൽപാദനം അവസാനിപ്പിച്ച നാണയമാണ് സെന്റ്, അതായത് പെന്നി എന്ന് പറയുന്നത്. മൂല്യത്തെക്കാൾ ചെലവ് കൂടുന്നു എന്ന കാരണത്താൽ US ഗവൺമെന്റ് ഉൽപാദനം അവസാനിപ്പിച്ച നാണയമാണത്. ബംഗ്ലാദേശിലെ നടന്ന 2025 ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 1-ാം റാങ്കിലെത്തിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ബംഗ്ലാദേശിൽ നടന്ന 2025 ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 1-ാം റാങ്കിലെത്തിയ രാജ്യമാണ് ഇന്ത്യ. ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ വിദേശികൾ സ്വന്തമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട നിയമം പാസാക്കിയ ദ്വീപരാഷ്ട്രമാണ് ഗ്രീൻലാൻഡ്. ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ വിദേശികൾ സ്വന്തമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട നിയമം പാസാക്കിയ ദ്വീപരാഷ്ട്രമാണ് ഗ്രീൻലാൻഡ്.
പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് അമീനുദ്ദീൻ ഖാൻ. പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് അമീനുദ്ദീൻ ഖാൻ. ചുവന്ന ഗ്രഹമായ ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടെ വാസയോഗ്യമാണോ എന്നതിനെക്കുറിച്ചും പഠിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് എസ്കാപ്പേഡ് എന്ന് പറയുന്നത്. ചുവന്ന ഗ്രഹമായ ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടെ വാസയോഗ്യമാണോ എന്നതിനെക്കുറിച്ചും പഠിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് എസ്കാപ്പേഡ്. 2026 വനിതാ പുരുഷ ലോക ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയമാണ്. നെതർലാൻഡിലെ ബെൽജിയത്താണ് 2026 വനിതാ പുരുഷ ലോക ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച് പുതിയ വ്യോമതാവളം ഏതാണ്? നിയമയാണ്. ടെന്നീസ് സീസണിന് അന്ത്യം കുറിക്കുന്ന ATP ഫൈനൽ കിരീട ജേതാവ് ആരാണ്? യാനിക് സിന്നറാണ്. ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? ദ ബ്ലൂ ട്രെയിൻ എന്നതാണ്. അതൊരു ബ്രസീലിയൻ ചിത്രമാണ്. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാണ് ദ ബ്ലൂ ട്രെയിൻ എന്ന് പറയുന്നത്. അതൊരു ബ്രസീലിയൻ ചിത്രമാണ്. 2025 നവംബറിൽ ഫ്രഞ്ച് സിവിലിയൻ ബഹുമതിയായ നെയ്റ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സിന് അർഹനായത് ആരാണ്? രവിയാണ്. 2025 മിസ് യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് 2025 മിസ് യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ ബോഷ് ആണ്. മിസ് മെക്സിക്കോയാണ് ഫാത്തിമ ബോഷ് എന്ന് പറയുന്നത്. മിസ് മെക്സിക്കോയാണ്. അപ്പോൾ 74ാമത് മിസ് യൂണിവേഴ്സ് ആണ് ഫാത്തിമ ബോഷ് എന്ന് പറയുന്ന മെക്സിക്കൻ മോഡൽ. 2025 നടന്ന മിസ് യൂണിവേഴ്സ് എത്രാമത്തെ മിസ് യൂണിവേഴ്സ് ആണെന്ന് ചോദിച്ചാൽ അത് 74ാമത്തെ മിസ് യൂണിവേഴ്സ് ആണ്. എത്രാമത്തെ? 74ാമത്തെ മിസ് യൂണിവേഴ്സ് ആണ്. ഈ 74ാമത്തെ മിസ് യൂണിവേഴ്സ് 2025 വേദിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിൽ നിന്നുള്ള മണിക വിശ്വകർമ്മയാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത്. 2026 നടക്കുന്ന 31ാം കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? തുർക്കിയാണ്. 31ാം കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് തുർക്കിയാണ്. അത് എപ്പോഴാണ് നടക്കുന്നത് ചോദിച്ചാൽ 2026 നടക്കുന്നത്. 2025 നവംബറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതോടെ ബീഹാറിന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നേതാവാണ് നിതീഷ് കുമാർ. 2025 നവംബറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതോടെ ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നേതാവ് നിതീഷ് കുമാർ. അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? സിംബാബ്വെ, നമീബിയയാണ്. അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ഇന്ത്യയിലെ ആദ്യ ടെസ്ല സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യ ടെസ്ല സെന്റർ സ്ഥാപിതമാകുന്നത്. 2025 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ബിജു നാരായണനാണ് 2025 വയലാർ അവാർഡ് ജേതാവ്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്താണ്. യൂണിസെഫ് റിപ്പോർട്ട് പ്രകാരം എല്ലാ വിദ്യാഭ്യാസ സൂചികകളിലും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. യൂണിസെഫ് റിപ്പോർട്ട് പ്രകാരം എല്ലാ വിദ്യാഭ്യാസ സൂചികകളിലും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹ സമാപനത്തിന്റെ എത്രാം വാർഷികമാണ് പൂർത്തിയാകുന്നത്? 100ാം വാർഷികമാണ് പൂർത്തിയാകുന്നത്. 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹ സമാപനത്തിന്റെ 100ാം വാർഷികമാണ് പൂർത്തിയാകുന്നത്. 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു മരിച്ച വിംഗ് കമാൻഡറാണ് നമസ് ഷാൽ എന്ന് പറയുന്നത്. നമസ് ഷാലാണ് 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് മരിച്ചത്. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനാണ്
പെംബ്രോറി എന്ന് പറയുന്നത് റഷ്യ വികസിപ്പിച്ചെടുത്ത ക്യാൻസർ പ്രതിരോധ വാക്സിനാണ് പെംബ്രോറി എന്ന് പറയുന്നത്. കണ്ടൽക്കാടുകളുടെ സ്വാഭാവിക പുനരുജ്ജീവനം ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ്. അതുപോലെ 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം 2025 നവംബറിൽ അവസാനിപ്പിച്ച രാജ്യമാണ് ഇറാൻ. അടുത്തിടെ അമേരിക്കയുടെ ഏത് യുദ്ധവിമാനമാണ് സൗദി അറേബ്യയ്ക്ക് നൽകാമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്? F-35 യുദ്ധവിമാനങ്ങളാണ്. അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങളാണ് സൗദി അറേബ്യയ്ക്ക് നൽകാമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. കേരളത്തിലെ ഏത് ധനകാര്യ സ്ഥാപനത്തിന്റെ വളർച്ചാ തന്ത്രങ്ങളും സാധാരണക്കാരെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും മനുഷ്യവിഭവശേഷിയുടെ ഉപയോഗവുമാണ് ഹാർവാർഡ് സർവകലാശാലയിൽ പഠന വിഷയമാക്കിയത്? മണപ്പുറം ഫിനാൻസിന്റെ കേരളത്തിലെ വളർച്ചാ തന്ത്രങ്ങളും സാധാരണക്കാരെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവുമാണ് മനുഷ്യവിഭവശേഷിയുടെ ഉപയോഗവുമാണ് ഹാർവാർഡ് സർവകലാശാല പഠന വിഷയമാക്കിയത്. കാലാവസ്ഥാ മാറ്റം മൂലം മനുഷ്യരാശി നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ പ്രത്യേക സാമ്പത്തിക നിധി രൂപീകരിച്ച ഉച്ചകോടിയാണ് COP30 എന്ന് പറയുന്നത്. 2025 COP30 ആണ് കാലാവസ്ഥാ മാറ്റം മൂലം മനുഷ്യരാശി നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ പ്രത്യേക സാമ്പത്തിക നിധി രൂപീകരിച്ച ഉച്ചകോടി എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ പിന്തുണയോടുകൂടി ബ്രസീലിൽ COP30 കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് ഈ ധാരണയിലെത്തിയത്. ഈ ഉച്ചകോടികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരോഗ്യത്തിനായി ലോകരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വരുന്നതും. 2025 നവംബർ 2-ന് 162-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു. 2025 നവംബർ 2-ന് 162-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു എന്ന് പറയുന്നത്. 2025 അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് കാർട്ടൂണിസ്റ്റ് ചെല്ലൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സഹായത്തോടെ വികസിപ്പിച്ച ഇറാനിലെ തുറമുഖമാണ് ചബഹാർ എന്ന് പറയുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് എം ഷഫീഖ് ഹസനാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് എം ഷഫീഖ് ഹസനാണ്. ഇന്ത്യയിൽ നിന്നുള്ള 13ാമത് ബയോസ്ഫിയർ റിസർവായി യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവിനെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള 13ാമത് ബയോസ്ഫിയർ റിസർവായി യുനെസ്കോ ഉൾപ്പെടുത്തിയത് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവിനെയാണ്. 2025 സെപ്റ്റംബറിൽ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിൽ നിന്നുള്ള തണ്ണീർത്തടങ്ങളാണ് ഗോകുൽ റിസർവോയറും അതുപോലെ ഉത്പുൽ തടാകവും. ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉത്പുൽ തടാകവുമാണ് 2025 സെപ്റ്റംബറിൽ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർ തടങ്ങൾ എന്ന് പറയുന്നത്. 2025 പാരാ വേൾഡ് ആർച്ചറിയിൽ സ്വർണ്ണ മെഡൽ നേടിയ ചരിത്രം കുറിച്ച ഇന്ത്യക്കാരിയാണ് ശീതൾ ദേവി എന്ന് പറയുന്നത്. പാരാ വേൾഡ് ആർച്ചറിയിൽ സ്വർണ്ണ മെഡൽ നേടി ചരിത്രം കുറിച്ച ഇന്ത്യക്കാരിയാണ് ശീതൾ ദേവി എന്ന് പറയുന്നത്. 2025 പാരാ വേൾഡ് ആർച്ചറിയിലാണ്. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. 49ാമത് വയലാർ രാമവർമ്മ പുരസ്കാരം ലഭിച്ചത്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് ശക്തി എന്ന് പറയുന്നത്. അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ഛത്തീസ്ഗഡിലെ ബലോദിനെയാണ്. ജില്ലയെയാണ് ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്. 2025 ഒക്ടോബറിൽ രൂപീകരിച്ച 8ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷനായ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് രഞ്ജന ദേശായി എന്ന് പറയുന്നത്. 2025 ഒക്ടോബറിൽ രൂപീകരിച്ച 8ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് രഞ്ജന ദേശായി എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൃഷ്ടി എന്ന് പറയുന്നത്.
പൊതുജനങ്ങൾക്കും ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഏത് ഇന്ത്യൻ വംശജയാണ് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത്? തേജസ്വി മനോജാണ്. തേജസ്വി മനോജാണ് വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഇന്ത്യൻ വംശജ. അവരാണ് 2025 ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ടൂറിസം അല്ലെങ്കിൽ വിനോദസഞ്ചാര ദിനത്തിൻ്റെ പ്രമേയമാണ് ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും എന്നത്. അപ്പോൾ ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ 2025 പ്രമേയമാണ് ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനം എന്നത്. ലോക വിനോദസഞ്ചാര ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 27 അല്ലേ? സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം എന്ന് പറയുന്നത്. 2025 12ാമത് ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഡൽഹിയാണ്. എവിടെയാണ്? ഡൽഹിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവകാശ കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞനെയാണ് പ്രീതി സരൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഓരോ ദിവസം പുതിയത് വരുന്നതുകൊണ്ട് നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.